എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ്. കുറച്ച് ചേരുവകൾ മതി, അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ബാച്ചിലേഴ്സിന് പോലും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലോ ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ റവയാണ്. റവ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1/4 കപ്പ് അളവിൽ കാഷ്നട്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ കാഷ്നട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടിന്റെ കൂടെ നമുക്ക് ഉണക്കമുന്തിരി വേണമെങ്കിൽ ഉണക്കമുന്തിരിയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാഷ്നട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കാഷ്നട്ട് ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു നെയ്ക്ക് അത് നിങ്ങൾക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാഷ്നട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്ത ഈ ഒരു നെയ്യിലേക്ക് തന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവയും കൂടി ഇട്ട് കൊടുക്കാം. റവയും കൂടി ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റോളം നല്ല പോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. നെയ്യിലേക്ക് റവ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ഒരു 125 ml വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് റവ കുറച്ചും കൂടെ ഒന്ന് വെന്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 500 ml അതായത് ഒരു 1/2 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ, എങ്കിലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നമ്മളൊരു റവ കുറുക്കി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു പാൽ മുഴുവൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കിയാൽ മതി. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഒട്ടും തന്നെ കട്ടകൾ വരാൻ പാടില്ല. അപ്പോൾ പാലും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു ചിരോഞ്ചി എന്ന് പറയുന്ന ഈ ഒരു സീഡാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ചേർത്ത് കൊടുത്താൽ ഈ ഒരു പായസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതില്ലാതെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു സീഡാണ് കേട്ടോ ഇത് കഴിക്കാനാണെങ്കിലും ബദാം ഒക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റ് അല്ല, ബദാം ഒക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു ചിരോഞ്ചി എന്ന് പറയുന്ന ഈ ഒരു സീഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് വെള്ളത്തിൽ നമ്മളൊന്ന് കുതിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 30 മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചാൽ മതി. എന്നിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഏകദേശം ഒരു 8-9 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഫ്ലെയിം അനുസരിച്ച് ചിലപ്പോൾ ടൈമിൽ ചിലപ്പോൾ 1-2 മിനിറ്റ് ഒക്കെ കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു 9 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു കുങ്കുമപ്പൂ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ തീ നല്ല പോലെ തന്നെ കുറച്ചാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ ഈ ഒരു പരുവത്തിനൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കാഷ്നട്ട് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. കൂടാതെ നമുക്കിതിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കുറുകി കറക്റ്റ് ഒരു പരുവായിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വാങ്ങാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇതുപോലെ ഈ ഒരു കറക്റ്റ് പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ നല്ല ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യേണ്ടതാണ്. റവ ആയതുകൊണ്ട് അറിയാമല്ലോ, നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറേ സമയം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതങ്ങ് ഇരുന്ന് കുറുകുന്നതായിരിക്കും. 1/4 കപ്പ് റവയും 1/2 ലിറ്റർ അളവിൽ പാലും ഇതുപോലെ നമ്മൾ ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവാണ്. അഥവാ കുറച്ച് സമയം വെച്ച് ഇത് കുറുകിപ്പോയാൽ തോന്നുന്നുണ്ടെങ്കിൽ പാല് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കറക്റ്റ് പരുവത്തിനൊന്ന് ആക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഒരു നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു റവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ചിരോഞ്ചി എന്ന് പറയുന്ന ഒരു സീഡാണെങ്കിലും നമുക്ക് ഓൺലൈനിലൊക്കെ എളുപ്പത്തിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്.
അതില്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റവ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.